ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ എല്ലാവരും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. നന്ദു അനിയും ആദർശും നയനയും വരുന്നതും കാത്ത് പുറത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ എത്തുകയും അനിയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശിനോട്, എന്താ പറ്റിയ അനിക്ക്, എന്താ പറ്റിയ ആദർശട്ടെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെയൊക്കെ കൊണ്ട് പറ്റിയത് തന്നെയാണ്, പറയേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനിയെയും കൂട്ടി ആദർശുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നയനയോട് കാര്യങ്ങൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയത്, എനിക്കെന്താ പറ്റിയത്. അപ്പോൾ അനി കള്ള് പിടിച്ച് ബോധമില്ലാതെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയെ റൂമിലാക്കുകയും ആദർശ റൂമിലാക്കുമ്പോൾ അവിടെ ജാനകി എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയ, എനിക്കെന്താ പറ്റിയ ആദർശ എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ടായിരുന്നു, അവൻ കള്ള് കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്, കൂട്ടുകാരോടൊപ്പം കള്ളുടിച്ച് ബോധമില്ലാതെ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ഈ കല്യാണത്തിനൊട്ടും താല്പര്യമില്ല, അവന് നന്ദുവിനെയായിരുന്നു ഭയങ്കര ഇഷ്ടം, ഞാനത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്തിനാണ് അവനെ ഇതാക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാം അവൾ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലേ എന്ന് ഇങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയാണ് അവളുമാരുടെ പുറപ്പാട്, അതിനാണ് ഈ ലാസ്റ്റ് സമയം നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്, എന്ത് വന്നു കഴിഞ്ഞാലും ഇതൊന്നും നടക്കില്ല, അവളെ തന്നെ അനാമിക മോളായിട്ടുള്ള ബന്ധം മാത്രമേ നടക്കുള്ളൂ, അതുകൊണ്ടാണ് അവളെ പറഞ്ഞയച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജാനകി ദേഷ്യത്തോടെ ആദർശിനോട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നയനയും നന്ദു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയും, എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നാ നീ അറിഞ്ഞോ, ഈ കല്യാണം തന്നെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദുവിൻ്റെ കോളറ പിടിച്ച് ജാനകി പറയുന്നുണ്ടായിരുന്നു. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ ജഡം കാണേണ്ടി വരുമെന്ന് ആദർശനോടും ജാനകി പറയുന്നുണ്ടായിരുന്നു. എന്ത് വന്നു കഴിഞ്ഞാൽ ഈ കല്യാണം നടത്തിയേ പറ്റൂ എന്നുള്ള ഇതിലായിരുന്നു ആദർശ്. അങ്ങനെ അതും പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ ആദർശേട്ടനോട് പറയുന്നുണ്ട്, ആദർശേട്ട, ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നേ പറ്റുള്ളൂ, ഇനി അവസാന നിമിഷം ഒന്നും പറ്റില്ല, ഞാൻ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് ഇന്ന് വന്നതാ, അല്ലെങ്കിൽ ഇളയമ്മ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് വരില്ലായിരുന്നു, പക്ഷേ ഞാനൊന്നിനുമില്ല, പക്ഷേ കുറ്റം എൻ്റെ തലയിൽ വെക്കാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു നന്ദു. അപ്പോൾ ആദർശനും ആകെ വിഷമാവുന്നുണ്ടായിരുന്നു, നയനക്കും. അങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നയനയോട്, അവന് ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് കുഞ്ഞിൽ തൊട്ടേ, പക്ഷേ ഇത് അവൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം വന്നപ്പോൾ അവന് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ കാണാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ കൊണ്ടാണ് ആദർശേട്ട ഞാൻ ഒന്നും പറയാതിരുന്നത്, കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വന്നു ചേരും എന്നറിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശേട്ടൻ എങ്ങനെയായാലും അവനെ നാളെ മണ്ഡപത്തിലെത്തിക്കാൻ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആദർശനൊട്ടും ഇഷ്ടമില്ലാതെ തന്നെ അവൻ പോവുകയായിരുന്നു. ജാനകി പറഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ട് അവരിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. നാളെ നിശ്ചയിച്ച കല്യാണം തന്നെ നടക്കുമെന്ന് ജാനകിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജയൻ ഇങ്ങനെ ജാനകിയെ കാണാതെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് അച്ഛനും ഇളയച്ചനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പരിപാടിക്ക് മുന്നേ ഉള്ളൊരു കൂത്ത്, അത് മകനും തുടങ്ങി, കള്ള് കുടിച്ച് ബോധമില്ലാതെ ഇരിപ്പായിരുന്നു, എന്നിട്ടിതാ ഏട്ടൻ തന്നെയാണ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അജയനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളുമാരുടെ കളിയൊന്നും ഇനി നടക്കില്ല, എല്ലാ പണിയും നോക്കുന്നുണ്ട് അവർ, പക്ഷേ അനാമിക മോള് തന്നെ ഇവിടെ മരുമകളായി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു ജാനകി.
അങ്ങനെ അജയൻ പറയുന്നുണ്ട്, ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നയനെ കൊണ്ട് നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട, കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എങ്ങനെയെങ്കിലും അവസാന നിമിഷം എല്ലാവരെയും അറിയിച്ച് അവർ കുളമാക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ജാനകി വളരെ ദേഷ്യത്തോടെയാണ് ജാനകി ഉള്ളത്. അങ്ങനെ പിന്നീട് നന്ദുവിൻ്റെ റൂമിലേക്ക് നയന വരികയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനാണ് നയനടുത്ത് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അത് അവിടുന്ന് അനിയുടെ അവസ്ഥ കണ്ടിട്ട് പറയേണ്ട അവസ്ഥ വന്നതാണ്. എനിക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഇനി ഞാൻ ഒരിക്കലും ആദർശേട്ടനോടൊന്നും മറച്ചു വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മോള് ഇനിയൊന്നും മനസ്സിൽ വെക്കേണ്ട, നാളെ നല്ല സന്തോഷത്തോടെ മോളും അവിടെ കല്യാണത്തിന് കൂടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദുവിന്. വളരെ വിഷമത്തിലാണ് നന്ദു ഉണ്ടായിരുന്നത്. തുടർന്ന് പിറ്റേ ദിവസം കല്യാണത്തിന് ഒരുങ്ങുകയായിരുന്നു എല്ലാവരും. അങ്ങനെ ആദർശിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരുങ്ങി പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ദേവയാനി വരികയും ഇതേ നോക്ക്, ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ട്, 20 പവനുള്ള മാലയാണ്, നല്ല രസമുള്ള മാലയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് അനാമിക മോൾക്ക് വാങ്ങിയതാ, ഏറ്റവും നല്ല കളക്ഷനിലുള്ളതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നീ ഇതുവരെ നമ്മുടെ മരുമകൾക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ വാങ്ങി വെച്ചതാ, പക്ഷെങ്കിൽ അതൊന്നും കൊടുക്കാനുള്ളൊരു ഇതില്ല, അവൾക്ക് കൊടുക്കില്ല, ഇനി അതെല്ലാം ഇനി വരുന്ന മരുമകൾക്ക് വേണം കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ദേഷ്യത്തോടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചു വെച്ച മാല നോക്കിയിട്ട് ജയൻ പറഞ്ഞു, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദേവയാനി പറയാൻ ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടോ, ഈ മാല ഡിസൈൻ ചെയ്തത് നമ്മുടെ മരുമകളാണ്. നീ ഇഷ്ടത്തോടെ 20 പവൻ്റെ മാല അനാമിക മോൾക്ക് ആദ്യത്തെ മരുമകൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അതിലൊരു കയ്യൊപ്പ് നമ്മുടെ മരുമകളുടേതാണ്, അത് ഓർത്ത് വെച്ചാൽ നന്ന് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദേവയാനി ഒന്നും ഉത്തരം പറയാനാകാതെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. തുടർന്ന് കാണിക്കുന്നത് ജലജയോട് ഇങ്ങനെ മുല്ലപ്പ് വെച്ചു കൊടുക്കാൻ വേണ്ടി നവ്യ ഇങ്ങനെ പറയുന്നതായിരുന്നു. അപ്പോൾ അവിടെ ജാനകി എത്തുകയും, നീ എന്തിനാണ് ഇതൊക്കെ ഇവൾക്ക് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് ചെയ്യാനാ എടുത്തി, അവസ്ഥ അതായി പോയില്ലേ എന്ന് പറയും. അർഹതപ്പെട്ടവർക്കാണ് ഇതൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ജാനകി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ദേവയാനി വരികയും മാല കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നോക്ക്, ഞാൻ അനാമിക മോൾക്ക് വാങ്ങിയ മാലയാണിത് എന്ന് പറഞ്ഞ്, ഏറ്റവും നല്ല ഡിസൈൻ, ഏറ്റവും നല്ല കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ദേവയാനിക്കും ജലജയ്ക്കും. അപ്പോൾ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, അർഹതപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടണം, നല്ല രീതിയിൽ തന്നെ വരുന്ന മരുമകളാണ് അനാമിക മോൾ എന്നൊക്കെ പറഞ്ഞ് അനാമിക കുറേ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ഇങ്ങനെ കാട്ടി പറയുന്നുണ്ടായിരുന്നു, അർഹതയില്ലാത്തവർക്ക് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ എന്തോ പറഞ്ഞപ്പോൾ ജലജയെ നോക്കി നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ അതുപോലെ പറയാൻ നിൽക്കേണ്ട എന്ന് മെല്ലനെ നവ്യ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ജലജ ഒന്ന് പതുങ്ങിയിരുന്നു. അങ്ങനെ ജാനകി അവിടെ നിന്നും കുറേ കുറ്റം നവ്യയും നയനയും ഇങ്ങനെ പറയുന്നുണ്ട്, അർഹതയില്ലാത്ത വന്നവരാണ് എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ തന്നെ ഇത് പറയണം, നീയല്ലേ എല്ലാത്തിനും അവൾക്കിതായി നിന്ന് കൊടുത്തത് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോഴല്ലേ അവളെ തന്നെ സുരവം മനസ്സിലാക്കിയത്, ദുഷ്ടയാണവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്നെ കൊണ്ടാണ് നിങ്ങളൊക്കെ പറഞ്ഞത്, ഞാനത് സഹിക്കും, ഞാൻ അങ്ങനെ ഒരു കുട്ടിയല്ല എന്ന് പറയുമ്പോൾ ജാനകി വീണ്ടും പറയാണ്, നിന്നെക്കാട്ടും മോശപ്പെട്ട പെണ്ണാണവൾ, അവളുടെ തന്നെ സ്വരൂപം എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകിക്ക് ഇത്രത്തോളം ദേഷ്യം വരാൻ എന്താണ് കാരണം എന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദേവയാനിയും ജലജയും. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇത്ര ദേഷ്യം ജാനകിക്ക് നയനയോട് എന്താണെന്ന് ഇങ്ങനെ മനസ്സിലാവാതെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നയനയും ആദർശം ഇതുവരെ എഴുന്നേറ്റില്ല എന്ന് പറയുന്നത് കേട്ട് നവ്യ പറയുകയാണ്,
ജാനകി പറയുകയാണ് ഇതുവരെ എണീറ്റില്ലെങ്കിൽ അവരോട് ഡോറ് മുട്ടി വിളിച്ച് എണീക്കാൻ പറ, മുഹൂർത്തത്തിന് സമയത്ത് ഇറങ്ങേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ നല്ല കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല, ആർക്കാണ് വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വിളിച്ചു എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. നവ്യയുടെ നല്ല ആറ്റിറ്റ്യൂഡായിരുന്നു. ഇന്ന് കാണാൻ നല്ല ഭംഗിയുള്ള രസമുള്ള എപ്പിസോഡാണ്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്.